നേപ്പാളിലെ ഫസ്റ്റ് ഡേ ആണ്. സിം എടുക്കാൻ വന്നതാ. നേപ്പാളി സിം എടുക്കാതെ ഒരു പരിപാടിയും നടക്കൂല. കഴിഞ്ഞ തവണ എൻസൽ എടുത്ത് മൂഞ്ചിയോണ്ട് ഇപ്രാവശ്യം നമസ്തേ സിം ചോദിച്ചു വാങ്ങി. അതാവുമ്പോ മലയ്ക്ക് മുകളിലും റേഞ്ച് കിട്ടും. പിന്നെ ഒരു ചായ കുടിക്കാൻ കയറി. നേപ്പാളി വന്ന് രണ്ട് പെണ്ണിനെയും കെട്ടി വിലസ് നടക്കുന്ന ഒരു ഇന്ത്യക്കാരനെ കണ്ടു. ഒരു UP മച്ചാൻ. മൂപ്പർക്കുമോട് വലിയ സ്നേഹം. ബിസ്ക്കറ്റൊക്കെ വാങ്ങി തിന്നു. സിമ്മൊക്കെ എടുത്ത് ഞങ്ങൾ നടത്താൻ തുടങ്ങി. സത്യം പറയാലോ, ഇവിടെ ബോർഡറിൽ നല്ല ചൂടാണ്. ലിഫ്റ്റ് അടിക്കാൻ ട്രക്ക് വല്ലതും കിട്ടുമെന്ന് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ഇവരെല്ലാരും കൂടി നമ്മളെ പിടിച്ച് ഇവിടെ ഇരുത്തി. ആകെ ലോക്കായെന്ന് കരുതി. പിന്നെ മനസ്സിലായേ ട്രക്ക് ഒന്നും സേഫ് അല്ല, ബസ്സിൽ പോയാൽ മതിയെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഇരുത്തിയതാ എന്ന്. ഇതാണ് സലീം ബ്രോ. UP കാരനാണ്. ഇങ്ങനെ ഇവിടെ കഥയൊക്കെ കേട്ട് ചായയും കടിയും വാങ്ങി തന്നു. പിന്നീട് ചായ കുടിക്കാൻ പൈസയും കയ്യിൽ വെച്ച് തന്നു. ആകെ മൊത്തം അങ്ങ് വിഷമായി പോയി. ബസ് കയറി പോകാൻ കുറെ പറഞ്ഞു നോക്കിയിട്ടും പിന്തിരിയാത്തോണ്ട് ലാസ്റ്റ് ട്രക്ക് കയറ്റി തരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഫസ്റ്റ് ട്രക്ക് കിട്ടി ഗൈസ്. സലീം ബ്രോയോട് ഒത്തിരി സ്നേഹം മാത്രം. നേപ്പാളിലെ ലിഫ്റ്റ് അടിക്കൽ അങ്ങനെ ഇവിടെ തുടങ്ങുന്നു. കാഠ്മണ്ഡു ആണ് ലക്ഷ്യം. ബസ്സിന് കൊടുക്കേണ്ട 1200 ലാഭിക്കാനാണ് ഈ സാഹസവും കഷ്ടപ്പാടും ഒക്കെ. പൊടി നിറഞ്ഞ ഈ വഴിയൊന്നും ഞാൻ മറന്നിട്ടില്ല. രാത്രിയായി തുടങ്ങി. ഇപ്പോഴും ഈ ട്രക്കിൽ തന്നെയാണ്. വെള്ളം വാങ്ങാനും ചായ കുടിക്കാനും വേണ്ടി ഇറങ്ങിയതാണ്. പ്ലാൻ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെയുള്ള യാത്രയേക്കാൾ അടിപൊളിയായിട്ട് വേറെ എന്തുണ്ട് അല്ലേ?